അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ബഹുമാന സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പവിത്രതകളേറെയുള്ള റബീഉൽ ആഖിർ മാസത്തിന്റെ 25ാമത്തെ രാവിലേക്ക് നമ്മൾ പ്രവേശിച്ചു. നാളെ 25ാമത്തെ പകലാണ്. ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു പുതിയ അറബി മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അൽഹംദുലില്ലാ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ എല്ലാവരുടെ മനസ്സിൻ്റെ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അല്ലാ. ഈ വർഷം ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവർ, ഉംറക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, അവരുടെയൊക്കെ യാത്രകൾ നീ എളുപ്പത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കണേ അല്ലാ. ഒരുപാട് ദിക്റുകൾ നമുക്ക് ചൊല്ലാനുണ്ട്. ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ അവസാനം ദുആരക്കും. അള്ളാഹു താല നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ഇൻഷാ അല്ലാ ഒരു ദിക്ർ പറഞ്ഞിട്ട് നമ്മുടെ മജ്ലിസിലേക്ക് കടക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ പ്രധാനപ്പെട്ട ഇസ്മ, അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള 2 പേരുകളുണ്ട് പടച്ചവന്റെ. ആ 2 പേരുകൾ നമുക്ക് പറയാം. അള്ളാഹുവെ, ഈ പേര്, ഈ ഇസ്മ പറയുന്നത് കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാകുമോ അത് മുഴുവനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകണേ അല്ലാ. എല്ലാ പ്രതിസന്ധികളും നീ മാറ്റിത്തരണേ അല്ലാ. ആമീൻ. പറഞ്ഞോ, നല്ല ഇഖ്ലാസോടുകൂടി കണ്ണടച്ച് പറഞ്ഞോട്ടോ. യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു, 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 യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു. നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാനും ഒരുപാട് നന്മകൾ ജീവിതത്തിൽ കിട്ടാനും മഹാന്മാരായ പ്രവാചകന്മാരുടെ നാവിൻ തുമ്പിലൂടെ അല്ലാഹു തആല നമുക്ക് തന്ന പുണ്യമായ ഒരു വചനമാണ്. പറഞ്ഞോ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ
أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين ഈമാൻ കിട്ടി മരിക്കണം അല്ലേ. ഇപ്പൊ ജീവിക്കുമ്പോൾ പല തെറ്റുകളും ചെയ്യും, പല നന്മകളും ചെയ്യും. അതൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുമോ, നന്മകൾ സ്വീകരിക്കുമോ, തിന്മകൾ പുറത്തു തരുമോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മൾ അള്ളാഹുവിനോട് ദ്വാരക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ പാപമോചനം കിട്ടേണ്ടത് മരിക്കുന്ന സമയത്താണ്. മരിക്കുന്ന സമയത്ത് പാപമോചനം കിട്ടി കെലിമ ചൊല്ലി മരിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു അള്ളാഹുവിൻ്റെ ഇസ്മു പറഞ്ഞിട്ട് നമുക്ക് ആ കാര്യം ചോദിക്കാം. അപ്പോൾ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും. പറഞ്ഞോ, യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം. ലോക മുഅ്മിനീങ്ങൾ വലിയ പ്രയാസത്തിലാണ്, പ്രത്യേകിച്ച് ഗസ, ഫലസ്തീൻ, അതുപോലെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഒരുപാട് രാജ്യങ്ങളിൽ പല സ്ഥലത്തും മുഅ്മിനീങ്ങൾ വലിയ സങ്കടത്തിലാണ്, ഒരുപാട് കഷ്ടപ്പാടിലാണ് അല്ലേ. അല്ലാഹുവേ പടച്ചവനെ, മുസ്ലിം ഉമ്മത്തിന് നീ അഭിമാനം കൊടുക്കണേ എന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് ദുആരക്കണം. പറഞ്ഞു, ഏത് സമയത്തും നമ്മൾ ഈ ദുആ അധികരിപ്പിക്കണം കേട്ടോ. പറഞ്ഞു, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ 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 അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ
മുസ്ലിമീൻ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ 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 മുസ്ലിമീൻ. ഒരു ഇസ്തിഗ്ഫാർ പറഞ്ഞാലോ? ഇസ്തിഗ്ഫാറിന് മൊത്തത്തിൽ ഒരുപാട് നേട്ടമുണ്ട്. നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടുക മാത്രമല്ല, ഹമ്മ് ഒമ്മ് നമ്മുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, ദുരിതങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറാൻ, കടങ്ങളൊക്കെ മാറാൻ ഇസ്തിഗ്ഫാർ പതിവാക്കണം. ഒരുപാട് ഇസ്തിഗ്ഫാറുണ്ട്, ഏത് തരത്തിൽ പറഞ്ഞാലും പ്രതിഫലമാണ്. സാധാരണ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയില്ലേ, അങ്ങനെയും പറയാം. അതല്ലാതെ അള്ളാഹുവിന്റെ ഇസ്മുകളൊക്കെ ചേർത്ത് പറയുമ്പോൾ അത് ഭയങ്കര എഫക്റ്റീവ് ആകുമെന്നാണ്. നമുക്ക് പറഞ്ഞാലോ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. നമുക്ക് കുറച്ച് അഫ്ളലു ദിക്ർ ചൊല്ലിയാലോ? ഈ ദിക്ർ ചൊല്ലാതെ നമ്മൾ ഒരു ദിക്റിന്റെ മജ്‌ലിസും അവസാനിപ്പിക്കാൻ പാടില്ലെന്നാണ്. ഒരുപാട് നേട്ടങ്ങൾ ഈ ദിക്റിന്റെ പിറകിലുണ്ട്. ഈ ദിക്ർ പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ പിന്നെ അവൻ വിജയിച്ചില്ലേ? ജീവിതത്തിൽ എത്ര തെറ്റ് ചെയ്തവനാണെങ്കിലും, എത്ര വേണ്ടാത്തരം ചെയ്ത ആളാണെങ്കിലും, അവസാനം മരിക്കുന്ന സമയത്ത് ആ നാവ് കൊണ്ട് ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സൗഭാഗ്യം അവനിക്കില്ല. അതിനേക്കാൾ വലിയ അല്ലാഹു തആല പുറത്തു കൊടുക്കൽ വേറെ ഒന്നും അവനിക്ക് ഇനി കിട്ടാനില്ല. പറഞ്ഞോ, അല്ലാഹുവേ, ഇത് പറയുമ്പോൾ ഈ ഒരു ദിക്ർ ഞങ്ങൾക്കും റബ്ബേ മനസ്സിൽ തട്ടി മരിക്കുന്ന സമയത്ത് പറയാൻ, അത് പറഞ്ഞു മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണേ അല്ലാഹ് എന്ന് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
لا إله إلا الله 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 لا إله إلا الله. ഏത് നല്ല കാര്യം ചെയ്താലും അതിനുശേഷം നമ്മൾ പറയേണ്ട ഒരു ദുആയുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്ന ദുആയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും പരിശുദ്ധ കഅബയുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം അവർ ചെയ്ത ദുആയാണ്. എല്ലാ ദിവസവും നമ്മളൊക്കെ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരല്ലേ, അപ്പോൾ അത് അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ നന്മ ചെയ്തതിന് ശേഷം റബ്ബേ ഇത് നീ കബൂലാക്കണേ എന്ന് നമ്മൾ ദുആരക്കണം. നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു സ്വതക്ക കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ആരെങ്കിലൊക്കെ നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ, നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ഒക്കെ, ഖുർആൻ ഓതി കഴിഞ്ഞാൽ റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന ദുആ മറക്കാൻ പാടില്ല. നമുക്കൊന്ന് പറഞ്ഞാലോ, നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അല്ലാഹു കബൂലാക്കാൻ വേണ്ടി നല്ലവണ്ണം നമുക്ക് ദുആരക്കാം. പറഞ്ഞു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു ദുആയാണ്. നമ്മുടെ ആഖിബത്ത് നന്നാവാൻ, അവസാനം നന്നാവാനും, ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം നമുക്ക് ഒരു വിഷമം ഉണ്ടാവാതെ, പ്രയാസമുണ്ടാവാതെ, സങ്കടമുണ്ടാവാതെ നല്ല ഒരു ജീവിതം കിട്ടണം. ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടിയുള്ള ഒരു ദുആയാണ്. സ്വഹാബിമാർക്ക് നബിതങ്ങൾ പലപ്പോഴും പഠിപ്പിച്ചു കൊടുത്ത, നബിതങ്ങൾ തന്നെ ദുആ ചെയ്തൊരു ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരാനും ഈ ദുആ കാരണമാണ്. പറഞ്ഞു: اللهم إنا نسألك الهدى والتقى والعفاف والغنى 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 അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ ദിക്റിന്റെ മജ്ലിസ്, നമ്മുടെ സ്വലാത്തുകൾ പറഞ്ഞു, ഇസ്തിഗ്ഫാറുകൾ പറഞ്ഞു, അല്ലെ, ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം അല്ലാഹു തആല സ്വീകരിക്കട്ടെ, ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിരവധി ആളുകൾ ഉസ്താദ് പ്രത്യേകം ഇന്നത്തെ മജ്ലിസിൽ ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കണമെന്ന് കമന്റിലൂടെ അറിയിച്ചവരുണ്ട്, നേരിട്ട് കണ്ട് പറഞ്ഞവരുണ്ട്, ഫോണിൽ വിളിച്ച് പറഞ്ഞവരുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ മൊത്തത്തിൽ ദുആരക്കുകയാണ്. ഒരു ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനൊക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أرحم الراحمين يا كرنيulla الله രാജാതി രാജനായ റഹ്മാനെ റഹ്മാനെ അല്ലാഹുവേ തമ്പുരാനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാഹുവേ പടച്ചവനെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ ചെയ്തു പോയവരാണെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹു ഞങ്ങളുടെ ദുആഇനെ നീ ഖബൂലാക്കണേ ഈ ഇരുത്തം നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാഹുവേ ഒരുപാട് ഉമ്മമാര് പങ്കെടുക്കുന്ന മജ്‌ലിസാണ്, ഒരുപാട് വാപ്പമാര് പങ്കെടുക്കുന്ന മജ്‌ലിസാണ്, ഒരുപാട് ഉസ്താദുമാരും സയ്യിദന്മാരും സാധാരണക്കാരും അല്ലാഹുവേ നിരവധി അനവധി ആളുകൾ പങ്കെടുക്കുന്ന ഈ മജ്‌ലിസ് നീ സ്വീകരിക്കണേ സ്വർഗ്ഗപ്രവേശനത്തിന് ഈ മജ്‌ലിസ് ഞങ്ങളിൽ നിന്നും നീ കാരണമാക്കി സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഒറ്റക്കും കൂട്ടായും അല്ലാഹുവേ നിരവധി തെറ്റുകൾ ചെയ്തു പോയി എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ചെറുതായ വലുതായ തെറ്റുകളുണ്ടെല്ലാം നീ മാപ്പാക്കണേ ഇത് ഞങ്ങളുടെ തൗബയായി നീ സ്വീകരിക്കണേ ഇനി ഞങ്ങൾ തെറ്റ് ചെയ്യില്ല അല്ലാഹുവേ തെറ്റ് ചെയ്യാനുള്ള മനസ്സ് തരല്ലേ നന്മ ചെയ്യാനുള്ള മനസ്സ് തരണേ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയി ഞങ്ങളാക്കി മാറ്റിയ ഞങ്ങളുടെ പൊന്നു ഉപ്പച്ചിയുണ്ട് ഉമ്മച്ചിയുണ്ട് റഹ്മാനെ, പലരും ഖബറിലാണ്, അവർക്ക് നീ സ്വർഗ്ഗം കൊടുക്കണേ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ മരുമക്കളും പേരക്കുട്ടികൾ അല്ലാഹുവേ ഒരുപാട് ബന്ധുമിത്രാദികളുണ്ട്, ലോക മുഅ്മിനീങ്ങൾ എല്ലാവർക്കും നീ സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവികൾ കൊടുത്ത് അനുഗ്രഹിക്കണേ ഞങ്ങൾക്കും സ്വർഗ്ഗം നൽകണേ അല്ലാഹുവേ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഉമ്മമാരെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ ജീവിതത്തിൽ ആ ഉമ്മമാര് സഹോദരിമാർ ഒരുപാട് വേദനകൾ തിന്നവരാണ്, വിഷമങ്ങൾ സങ്കടങ്ങൾ ഏറ്റവരാണ്. ഇനി നീ അവരെ നീ വേദനിപ്പിക്കല്ലേ ഇനി നീ അവരെ സങ്കടപ്പെടുത്തല്ലേ ഒരുപാട് ഉമ്മച്ചിമാർ റബ്ബേ ക്യാൻസർ രോഗത്തിന് അടിമയാണ്, അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങൾ ചെറുതും വലുതുമായ ശരീരവേദന, മുട്ടുവേദന, അതുപോലെ തന്നെ വയറിന് കംപ്ലൈന്റ് ഉണ്ട്, ഗർഭപാത്രത്തിൽ മുഴയുണ്ട്, അങ്ങനെ പല അസുഖങ്ങൾ പറഞ്ഞു ദുആരക്കാൻ പറഞ്ഞവരാണ് റഹ്മാനെ. ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളും ഞങ്ങളുടെ ഉമ്മമാരുടെ സഹോദരിമാരുടെ ഞങ്ങളുടെ ഭാര്യമാരുടെ രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ മാറ്റി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ വാപ്പമാരെ നീ ഖബൂലാക്കണേ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ നീ സ്വീകരിക്കണേ ഞങ്ങളുടെ മക്കളുടെ ജോലിയിൽ നീ ഖൈർ കൊടുക്കണേ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ എല്ലാവരുടെയും കച്ചവടത്തിൽ ബിസിനസ്സിൽ നീ അഭിവൃദ്ധി നൽകണേ ഹലാലായ സമ്പത്ത് തരണേ ഹറാമായ സമ്പത്തിനെ തൊട്ട് കാക്കണേ പടച്ചവനെ. ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം ആരുടെ മുന്നിലും കൈ നീട്ടേണ്ടി വരുന്ന ഒരവസ്ഥ വരുത്തല്ലേ അല്ലാഹുവേ പടച്ചവനെ ഇസ്സത്ത് തരണേ അഭിമാനം തരണേ ആരുടെ മുന്നിലും ഞങ്ങൾ തല താഴ്ത്തുന്ന ഒരവസ്ഥ വരുത്തല്ലേ അല്ലാഹുവേ പടച്ചവനെ. ഒരുപാട് വിഷമങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്, നീ മാറ്റിത്തരണേ നീ മാറ്റിത്തരണേ അല്ലാഹുവേ. സങ്കടങ്ങൾ ദൂരീകരിക്കണേ രോഗങ്ങൾക്ക് ശിഫാ തരണേ കടങ്ങൾ വീട്ടി തരണേ കടങ്ങളുള്ളവരുണ്ട്, കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി തുറന്നു തരണേ റഹ്മാനെ. മക്കളുടെ വിവാഹമാണ് ഉസ്താദേ, കയ്യിലൊരു പൈസയില്ല അല്ലാഹുവേ, സ്വർണമായിട്ട് കൊടുക്കാൻ ഒന്നുമില്ല ഉസ്താദ്, പ്രത്യേകം ദുആരക്കണമെന്ന് ഒരുപാട് വാപ്പമാര് ഉമ്മമാര് പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ. പടച്ചവനെ വിവാഹ പ്രായമെത്തിയിട്ട് പല കാരണങ്ങളുടെ പേരിൽ വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന അല്ലാഹുവേ പടച്ചവനെ സഹോദരിമാരെ സഹോദരങ്ങൾ ഖൈറായ ഇണകളെ നീ അവർക്ക് കൊടുക്കണേ അല്ലാഹുവേ. വീടില്ലാത്ത
വീടില്ലാത്തവരുണ്ട്, വീട് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ മക്കളില്ലാതെ വിഷമിക്കുന്നവർ ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് തന്നിട്ടുള്ള മക്കളിൽ നീ സ്വലാഹിയത്ത് നിറച്ചു തരണേ അല്ലാ. മക്കൾ കാരണം സന്തോഷിക്കുന്ന മാതാപിതാക്കളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. വിദേശത്തുള്ള ഞങ്ങളുടെ മക്കളുണ്ട്, ഞങ്ങളുടെ ഭർത്താക്കന്മാരുണ്ട്, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, റഹ്മാനെ അവർക്കെല്ലാവർക്കും നീ ഖൈറ് കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ സമാധാനം തരണേ അല്ലാ. കുടുംബത്തിൽ സ്വസ്ഥത തരണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾ ഇവിടെ ചൊല്ലിയ ദിക്റിന്റെ സ്വലാത്തിന്റെ തസ്ബീഹിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം നീ വിജയിപ്പിക്കണേ അല്ലാ. ഹോസ്പിറ്റലുകൾ ഇങ്ങനെ മാറി മാറി കയറിറങ്ങി ഉസ്താദേ കയ്യിലുള്ളതെല്ലാം വിറ്റു, ഇനി ഒന്നുമില്ല, ദുആരക്കണമെന്ന് പറഞ്ഞ എത്രയോ പാവപ്പെട്ട ഉമ്മമാരുപ്പമാര് റഹ്മാനെ പടച്ചവനെ ഞങ്ങളുടെ വിഷമങ്ങൾ നീ കാണണേ അല്ലാ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരണേ അല്ലാ. അല്ലാഹുവേ ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. പാവപ്പെട്ട ഗസയിലെ, ഫലസ്തീനിലെ, അതുപോലെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ എല്ലാവർക്കും നീ ഖൈറ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവി കൊടുക്കണേ അല്ലാ. എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല, ഏതായാലും ഞങ്ങൾ മരിക്കേണ്ടവരാണ്. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. ഈ വർഷം ഹജ്ജിന് കിട്ടിയവരുണ്ട്, ഉംറക്ക് പോവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അവരുടെ യാത്രകൾ നീ എളുപ്പത്തിലും റാഹത്തിലും സന്തോഷത്തിലും ആക്കണേ അല്ലാ. പടച്ചവനെ നാളെ ഞങ്ങളുടെ ഈ മജ്ലിസിൽ ഒരുമിച്ച് ചേരാൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാ. നാളത്തെ മജ്ലിസിനെങ്ങാനും മുമ്പ് ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ അല്ലാഹുവേ മജ്ലിസ് ഞങ്ങളുടെ തൗബയുടെ മജ്ലിസായി സ്വീകരിക്കണേ അല്ലാ. ഇത് ഞങ്ങളുടെ തൗബയാണ് റബ്ബേ, നീ ഖബൂലാക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് والمسلمين والمسلمات آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. الحمد لله. നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും ദുആയും എല്ലാം സ്വീകരിക്കട്ടെ. കമന്റിലൂടെ ആരൊക്കെ ദുആ ചെയ്യാൻ പറയുന്നുണ്ട്, എല്ലാവർക്കും ദുആരക്കാം. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത് എല്ലാ വിജയങ്ങളും ദുനിയാവിലും നാളെ ആഖിറത്തിലും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തരട്ടെ. ആമീൻ ആമീൻ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.